ശില്പം നമ്മൾ ഒരു 2-3 ദിവസമായി അല്ലെങ്കിൽ ഒരു കുറച്ച് ദിവസങ്ങൾ ആയിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയ ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. നമുക്ക് ഏവർക്കും പ്രിയങ്കരനും അല്ലെങ്കിൽ ഭയങ്കര ഫെയിം ഉള്ള ഒരാളുമായ AR റഹ്മാന്റെ ഡിവോഴ്സ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വെരി പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ ഡിവോഴ്സ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയായ സൈറയുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തി അദ്ദേഹം ജീവിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പം അതിനെ തുടർന്നുണ്ടാവുന്ന അല്ലെങ്കിൽ അതിനെ തുടർന്ന് ആളുകൾ ഉണ്ടാക്കിയെടുക്കുന്ന കുറെ കാര്യങ്ങളാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മുൻപുണ്ടായിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ AR റഹ്മാൻ എന്ന പേര് അദ്ദേഹം സ്വീകരിക്കുന്നതിന് മുൻപ് ദിലീപ് കുമാർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു ഹിന്ദുമത വിശ്വാസിയായിരുന്നു. അതിൽ നിന്ന് AR റഹ്മാൻ എന്ന പേരിലേക്ക് മാറി. അതിനുശേഷം ഈ സൈറ ബാനുവിനെ വിവാഹം കഴിച്ചു. അപ്പൊ ഇദ്ദേഹത്തെ ഈ ഭാര്യയെ ഡിവോഴ്സ് ചെയ്തതിനെ തുടർന്ന് അദ്ദേഹം ഇനി പേര് മാറ്റി AR റഹ്മാൻ എന്നുള്ള പേര് മാറ്റി വീണ്ടും പഴയ പേരിലേക്ക് പോവുമോ? അദ്ദേഹം ഈ ഡിവോഴ്സ് നടത്തിയ അപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ ട്രൂപ്പിലുണ്ടായിരുന്ന അല്ലെങ്കിൽ മ്യൂസിക് ബാൻഡിൽ ഉണ്ടായിരുന്ന ഗിറ്റാറിസ്റ്റ് ആയിട്ടുള്ള വേറൊരു സ്ത്രീ ഇതേ ഒരു സമയത്ത് തന്നെ പാരലായിട്ട് അവരുടെയും ഡിവോഴ്സ് നടന്നപ്പോൾ ഇനി ഇവരും AR റഹ്മാനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇനി അവര് തമ്മിൽ കല്യാണം കഴിക്കുവോ? അങ്ങനത്തെ കുറെ ആവശ്യമുള്ളതാണോ അനാവശ്യമായതാണോ എന്നെനിക്കറിയില്ല. അങ്ങനത്തെ കുറെ ചർച്ചകളാണ് നടക്കുന്നത്. ഇതിന്റെ ഒരു ആവശ്യകത ഉണ്ട് എന്ന് ശില്പയ്ക്ക് തോന്നുന്നുണ്ടോ? ഈ AR റഹ്മാൻ എന്ന് പറയുന്നത് അനുഭവം പറഞ്ഞാൽ നമുക്കെല്ലാം പ്രിയങ്കരനായ ഒരാളാണ്, അല്ലെങ്കിൽ ഒരു വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു മ്യൂസിഷ്യനാണ് AR റഹ്മാൻ. ഒബ്വിയസ്ലി അദ്ദേഹത്തിന്റെ പേഴ്സണൽ മാറ്റേഴ്സ് എന്ന് പറയുന്നത് എന്തായാലും ഓഡിയൻസിന് വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്ക് അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഒരു വിഷയമാണ് AR റഹ്മാന്റെ ഡിവോഴ്സ് എന്ന് പറയുന്നത്. അതിന് വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനോ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഒരു പബ്ലിക് ഫിഗർ ആണ്. സോ അത് ഡിസ്കസ് ചെയ്യപ്പെടും. അത് എല്ലാ പബ്ലിക് ഫിഗേഴ്സിന്റെയും, ഇപ്പൊ ചെറിയൊരു നടി അല്ലെങ്കിൽ ഒരു നടനാണെങ്കിൽ പോലും അത് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മൾ കാണാറുള്ളതാണ്. ഗോസിപ്പുകളുടെ ഒരു കൂട്ടം തന്നെ അതിന് പിന്നാലെ വരുന്നത് നമ്മൾ കാണാറുള്ളതാണ്. പക്ഷെ ഇതിനെ കുറച്ച് വർഗീയമായ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വിഷയം നമ്മൾ AR റഹ്മാന്റെ കാര്യത്തിലുണ്ട്. ഇപ്പോൾ അനുഭവം പറഞ്ഞ പോലെ തന്നെ AR റഹ്മാന്റെ പേര് ദിലീപ് കുമാർ എന്ന പേരിലേക്ക് AR റഹ്മാൻ ഡിവോഴ്സിന് ശേഷം തിരികെ പോകുമ്പോൾ അതിന് അദ്ദേഹം കല്യാണത്തിന് വേണ്ടിയിട്ടാണോ AR റഹ്മാൻ എന്ന പേര് സ്വീകരിച്ചത്? ഇല്ല, നമ്മൾ ഇതിനു മുൻപ് വായിച്ച ഒരു ജേണലിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ വിയോഗത്തോടു കൂടിയാണ് ആ ഒരു മതം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഇസ്ലാം മതത്തിലേക്ക് മാറുന്നതും അദ്ദേഹത്തിന്റെ ദിലീപ് കുമാർ എന്നുള്ള പേരിനോടുള്ള ഒരു താല്പര്യമില്ലായ്മ കാരണം അദ്ദേഹം ആ പേര് മാറ്റി AR റഹ്മാൻ എന്നുള്ള പേര് സ്വീകരിച്ചത് ഒരു ജോത്സ്യന്റെ അടുത്ത് പോയിട്ടാണ് എന്നൊക്കെ നമ്മൾ അതിനകത്ത് വായിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം AR റഹ്മാൻ എന്ന പേരിലേക്കും ഇസ്ലാം മതത്തിലേക്കും വരുന്നത്. അല്ലാതെ സൈറ ബാനു എന്നുള്ള ഒരാളെ കല്യാണം കഴിച്ചത് കൊണ്ടല്ല എന്നാണ് നമുക്ക് ആ ജേർണലിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ പിന്നെ ഈ ഒരു എന്താ പറയാ ഡിവോഴ്സിന് ശേഷം അദ്ദേഹം പഴയ പേരിലേക്ക് തിരിച്ചു പോകും എന്നൊരു ചർച്ചയ്ക്ക് അവിടെ പ്രസക്തി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത് തന്നെയാണ് മെയിൻലി. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് തരുന്ന മൗലികാവകാശങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാനും അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാനുള്ള അധികാരങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം വേറൊരു മതം സ്വീകരിക്കുകയാണ് ചെയ്തത്. അത് പക്ഷെ ആൾക്കാർ ഭൂരിഭാഗം പേരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ സൈറയെ കല്യാണം കഴിക്കാൻ വേണ്ടി AR റഹ്മാൻ മതം മാറിയെന്ന രീതിയിലാണെന്നാണ് ഇപ്പൊ കാണുന്ന കുറച്ച് പോസ്റ്റുകളും അല്ലെങ്കിൽ കുറച്ച് വാർത്തകളും കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഇവർ അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ സൈറയെ കല്യാണം കഴിക്കുന്ന സമയത്ത് സൈറയുടെ കുടുംബത്തിന് ഈ കല്യാണത്തിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു വാർത്ത ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം AR റഹ്മാൻ മതം മാറിയ ഇസ്ലാമാണ്. അതുകൊണ്ട് തന്നെ ഈ കല്യാണത്തിനോട് അവന്റെ വീട്ടുകാർക്ക് എതിർപ്പായിരുന്നു എന്നാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ എല്ലാവരും പറഞ്ഞു നടക്കുന്നത് പോലെ സൈറയെ കല്യാണം കഴിക്കാൻ വേണ്ടി AR റഹ്മാൻ മതം മാറിയതല്ല. ഇനിയിപ്പൊ അതിന് വേണ്ടിയിട്ടാണ് മതം മാറിയത് എന്നിരിക്കട്ടെ, അതിന് സൈറ പോയെന്ന് വെച്ച് തിരിച്ച് അയാൾ ഹിന്ദു മതത്തിലേക്ക് പോവുകയോ പോകാതിരിക്കുകയോ അതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തി താല്പര്യമാണ്. അതെ, തീർച്ചയായിട്ടും. പിന്നെ അദ്ദേഹം പറഞ്ഞു വെക്കാറുണ്ട്, അദ്ദേഹത്തിന്റെ സഹോദരന്റെ കല്യാണങ്ങളുമായി ബന്ധപ്പെട്ട് ഹിന്ദു മതത്തിലെ ജ്യോതിഷം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യാറുന്ന ഒരു മനുഷ്യനാണ്. ഇന്നത്തെ കാലത്ത് ഈ ജാതി മതം ഒന്നും ഒരു വിഷയമേ അല്ലാത്ത സമയത്താണ് ഒരാൾ പേര് മാറ്റിയതും മതം മാറിയതൊക്കെ വലിയ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ വിവാഹബന്ധം വേർപെടുത്തുന്ന ഒരു സമയത്ത് അദ്ദേഹം തന്നെ ഒരു ഹാഷ്ടാഗ്, അത് അടുത്ത പ്രശ്നമാണ്. എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നു നാട്ടുകാർ പറഞ്ഞ പ്രശ്നം, നമ്മൾ സ്വന്തമായി കുറച്ച് ബോൾഡായ ഒരു ഹാഷ്ടാഗ് ഇട്ടിട്ടില്ല, AR സൈറ ബ്രേക്കപ്പ്. അതെ, അദ്ദേഹം ഒരു പോസ്റ്റ്, അയാൾ ഒഫീഷ്യലി അത് കൺഫർമേഷൻ ചെയ്യുന്ന ഒരു പോസ്റ്റ് AR റഹ്മാൻ ട്വിറ്റർ എക്സില് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിന്റെ അവസാനത്തിൽ അദ്ദേഹത്തിന്റെ ഹാഷ്ടാഗ് ആണ് അത്. അപ്പൊ പൊതുവെ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം
ഒരു കല്യാണം, ഒരു സെലിബ്രിറ്റി കല്യാണം ഉണ്ടാവുകയാണെങ്കിൽ വിരുഷ്ക എന്ന് പറഞ്ഞിട്ട് വിരാടിന്റെയും അനുഷ്കയുടെയും കല്യാണ സമയത്ത് ഒരു ഹാഷ്ടാഗ് ഭയങ്കര ഫേമസ് ആയിരുന്നു. അങ്ങനെ എന്തായാലും ഹാഷ്ടാഗുകൾ ട്രെൻഡിങ് ആവാറുണ്ട്. ഇത് അദ്ദേഹമായി സ്വന്തമായ ഒരു ഹാഷ്ടാഗ് ഇട്ടപ്പോ അദ്ദേഹമായി ഇട്ടത് ശരിയായില്ല. ഒരു ഡിവോഴ്സിനെ അങ്ങനെയല്ല പറയേണ്ടിയിരുന്നത്. പിന്നെന്താ, ഡിവോഴ്സ് ചെയ്യാന്നുള്ളത് അവർ രണ്ടുപേരും മ്യൂച്വൽ തീരുമാനമാണ്. അവരതിന് രണ്ടുപേരും ഓക്കെയാണ്. പിന്നെ അവർക്കൊരു ഹാഷ്ടാഗ് ഇടുന്നത് എന്താ പാടില്ല എന്ന് പറയാൻ പറ്റൂ? അത് അദ്ദേഹം ഇട്ടത് കുറെ കൂടെ ഭേദമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോ ഇതുമായി ഒരു ബന്ധവും ഇല്ലാത്ത ആരെങ്കിലും ഒരാൾ ഈ ഹാഷ്ടാഗ് ഇട്ടിരുന്നെങ്കിൽ അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്തു എന്നുള്ള പേരിലും ആളുകൾ വന്നേനെ. അപ്പം അങ്ങനത്തെ കുറെ സാധ്യതകളാണ് അദ്ദേഹം തന്നെ അതിന് മുൻകൈ എടുത്ത് അത്തരം ഒരു ഹാഷ്ടാഗ് ഇട്ടതിലൂടെ ഇല്ലാതാക്കാൻ സാധിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്യന്തികമായും ഈ ജനനായാലും മരണമായാലും ബന്ധം വേർപെടുത്തലായാലും ഒക്കെ ഒരാളുടെ ജീവിതത്തിലെ വെരി പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് പക്ഷെ നമുക്ക് അതിനെ പൂർണ്ണമായും തെറ്റാണ് എന്ന് അല്ലെങ്കിൽ അത് ചെയ്യരുത് എന്ന് പറയാനൊന്നും നമുക്ക് സാധിക്കില്ല. ഇല്ല, കാരണം ഇവരെല്ലാം പബ്ലിക് ഫിഗേഴ്സ് ആണ്. സോ അത് നമുക്ക് എഴുതപ്പെടാത്ത ഒരു നിയമമാണ്. എന്ത്, പബ്ലിക് ഫിഗേഴ്സിന് പേഴ്സണൽ ലൈഫ് എന്നുള്ള ഒരു സാധനം കുറവാണ്. ഇല്ലെന്ന് നമുക്ക് പറയാം, കുറവാണ്. കാരണം അവരെല്ലാ കാര്യങ്ങളും തുമ്മിയാൽ പോലും ഇന്ന് AR റഹ്മാൻ തുമ്മൽ വന്നു, വാർത്തയാണത്. AR റഹ്മാൻ പാട്ടിന്റെ ഇടയിൽ ഒന്ന് എന്തെങ്കിലും ഒച്ചുണ്ടാക്കിയെന്നിരിക്കട്ടെ, അതും വാർത്തയാണ്. അതിന് നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഒരു പബ്ലിക് ഫിഗർ ആയി മാറുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് മൂന്നാമതൊരു വിവാദം നിൽക്കുന്നത് അവരുടെ ഗിറ്റാറിസ്റ്റ്, ഒരു ബാൻഡിലെ ഗിറ്റാറിസ്റ്റ് ഡിവോഴ്സ് ആയതാണ്, ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നതാണ്. എന്തിനാണ് അതിനെ ഇതുമായി ബന്ധപ്പെടുത്തുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരാളെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റിലേഷൻഷിപ്പ് കാരണമാണെന്നുള്ളൊരു തെറ്റായ ധാരണയുണ്ട് നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ ഇത്ര ഭീകരമായി കൊട്ടിയാഘോഷിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടോ? ആളുകൾ അത്തരം വിശ്വാസങ്ങളെ ഊട്ടിയുറപ്പിക്കുകയാണ് ഇങ്ങനത്തെ ഗോസിപ്പുകൾ പ്രചരിപ്പിക്കുന്നതിലൂടെ. അല്ലാതെ ഇദ്ദേഹം അവരെ ഭാര്യ ബ്രേക്കപ്പ് ചെയ്ത് അല്ലെങ്കിൽ അവരെ ആ ഒരു ബന്ധം വേർപെടുത്തി അദ്ദേഹം ചിന്തിക്കുന്ന ജീവിതം എന്താണെന്ന് നമുക്ക് അറിയില്ല. അദ്ദേഹം ചിലപ്പോൾ ഒരു സോളോ ലൈഫ് അങ്ങനെ ജീവിക്കുന്നു, ചിലപ്പോൾ ഒരു പുനർവിവാഹത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും, നമുക്കറിയില്ല. അത് അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുക, അദ്ദേഹത്തിന്റെ താല്പര്യമാണ്. അപ്പോഴേക്കും അതിന് വേറെ പുതിയ നൂലാമാലകൾ കെട്ടി സൃഷ്ടിക്കുന്നത്. എനിക്കതിൽ ഏറ്റവും എനിക്ക് കുറച്ച് അരോചകമായി തോന്നി ഈ വാർത്തകൾ വരുന്നത്. ഓക്കെ, ഒരു വാർത്തയുടെ ഓരോ ആസ്പെക്റ്റുകൾ മേ ബി റിപ്പോർട്ട് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ ചെയ്യപ്പെട്ടോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഇതിന്റെ താഴെ വരുന്ന കമന്റുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിന് താഴെ വരുന്ന കമന്റുകൾ ഇതിലും അരോചകമാണ്. മറ്റേ AR റഹ്മാൻ കുഞ്ഞമ്മയുടെ മോനാണെന്ന പോലെയാണ് ഇവർ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തത് അവൻ അങ്ങനെ ആയതുകൊണ്ടാണ്, ഇങ്ങനെ ആയതുകൊണ്ടാണ്, അതിൽ മതവും വർഗീയത എല്ലാത്തിനെയും അങ്ങ് കൂട്ടിക്കുഴയ്ക്കും. അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. അതിനൊരു 1% റെസ്പെക്റ്റ് എങ്കിലും കൊടുത്ത് അതിന് ഡീൽ ചെയ്യുക എന്നുള്ളൊരു സംഭവമുണ്ട്. പക്ഷെ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ആ വാർത്തകളെക്കാൾ കൂടുതൽ അരോചകമായി തോന്നിയത്. വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. കാരണം ഇന്ന് നമ്മൾ സംസാരിക്കുന്നുണ്ട് ഈ വിഷയത്തെക്കുറിച്ച്. അത് നമുക്കറിയാം, സമൂഹത്തിന് അറിയാൻ താല്പര്യപ്പെടുന്ന ഒരു വിഷയമാണ് എന്നുള്ളതുകൊണ്ട് നമ്മളെപ്പോലെ തന്നെ മറ്റു മാധ്യമങ്ങളും അതിനെക്കുറിച്ച് സംസാരിക്കുമായിരിക്കാം. പക്ഷെ ഇതിനെ ആൾക്കാർ എടുത്തു വെച്ച് അവരതിനെ വ്യാഖ്യാനിക്കുന്ന രീതികളാണ് എന്താ പറയാ, കുറച്ചുകൂടി അരോചകം എന്ന് തോന്നുന്നു. അതെ.